എന്തൊരു മണ്ടൻ ജഡ്ജിയാണിത്. ഇത് പറഞ്ഞിരിക്കുന്നത് സുപ്രീം കോടതിയാണ്. രോഷം പ്രകടിപ്പിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഈ വിഷയമെന്ന് നമുക്ക് പരിശോധിക്കാം. ഗുജറാത്തിൽ നടന്ന ഒരു സംഭവമാണ്. 10 വയസ്സുകാരിയായ ഒരു ബാലികയെ ബലാത്സംഗം ചെയ്ത കേസിലെ പ്രതിക്ക് 32 വർഷത്തിനു ശേഷമാണ് 10 വർഷം ശിക്ഷ ഇപ്പോൾ സുപ്രീം കോടതി വിധിച്ചിരിക്കുന്നത്. നേരത്തെ ഗുജറാത്ത് വിചാരണ കോടതി പ്രതികളെ കുറ്റവിമുക്തരാക്കിയിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏകദേശം 30 വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ വർഷം ഹൈക്കോടതി വിചാരണ കോടതിയുടെ വിധി റദ്ദാക്കിയിരുന്നു. അദ്ദേഹത്തിന് ശിക്ഷയും വിധിച്ചു. ഇപ്പോൾ സുപ്രീം കോടതിയും ഹൈക്കോടതിയുടെ തീരുമാനം ശരിയാണെന്ന് വിധിച്ചുകൊണ്ട് അത് ശരിയാണെന്ന് വിധിച്ചു. ഈ കേസിൽ 54 വയസ്സുള്ള ഒരാളെയാണ് ഇപ്പോൾ ശിക്ഷിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ സംഭവം എന്തായിരുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. ഈ സംഭവം ഒരു വർഷത്തിന് ശേഷം 1991 ഒക്ടോബറിൽ അഹമ്മദാബാദ് റൂറൽ അഡീഷണൽ സെഷൻസ് ജഡ്ജിയെ പ്രതി വിട്ടയക്കുകയായിരുന്നു. അതായത് ഈ സംഭവത്തിന് ഒരു വർഷത്തിന് ശേഷമാണ് 1991 ഒക്ടോബറിൽ അഹമ്മദാബാദ് റൂറൽ അഡീഷണൽ സെഷൻസ് ജഡ്ജി പ്രതിയെ വിട്ടയച്ചത്. വയലിൽ വെച്ച് ഇരയെ ബലാത്സംഗം ചെയ്തതിന് ഒരാൾക്കെതിരെ കേസെടുക്കുന്നു. തുടർന്ന് ഇരയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പിന്നീട് സർപഞ്ചിന്റെ സഹായത്തോടെ പ്രതിയെ FIR ഫയൽ ചെയ്തു. വൈദ്യപരിശോധനയിൽ ബലാത്സംഗം സ്ഥിരീകരിച്ചു. കുറ്റകൃത്യം നടക്കുമ്പോൾ പ്രതിക്ക് 21 വയസ്സായിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമായിരുന്നു. FIR ഫയൽ ചെയ്യാൻ വൈകിയതിന്റെ പേരിൽ സാഹചര്യങ്ങൾ പരിഗണിക്കാതെ വിചാരണ കോടതി പ്രതിയെ കുറ്റവിമുക്തനാക്കി. FIR ഫയൽ ചെയ്യുന്നതിൽ 48 മണിക്കൂർ കാലതാമസം ഉണ്ടായതായി വിചാരണ കോടതി പറഞ്ഞു. തുടർന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ ഒരു അപേക്ഷ സമർപ്പിച്ചു. അത് 30 വർഷമായി കെട്ടിക്കിടക്കുകയായിരുന്നു. പിന്നീട് 2024 നവംബർ 14 ജസ്റ്റിസുമാരായ അനിരുദ്ധ് P. മായിയും ദിവ്യേഷ് ജോഷിയും വിചാരണ കോടതിയുടെ തീരുമാനം റദ്ദാക്കി. കൂടാതെ IPC 376 506 വകുപ്പുകൾ പ്രകാരം പ്രതിക്ക് 10 വർഷം തടവും 10,000 രൂപ പിഴയും വിധിച്ചു. തുടർന്ന് കേസ് സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു. അവിടെ കോടതി ഹൈക്കോടതി വിധി ശരിവെക്കുകയും സെഷൻസ് കോടതി വിധിയെ വിമർശിക്കുകയും ചെയ്തു. എനിക്കറിയണം ലോറൻസ് സയൻസ് ലാബ് റിപ്പോർട്ടിന് ശേഷവും ഏത് മണ്ടൻ ജഡ്ജിയാണ് ഒടുവിൽ പ്രതിയെ വിട്ടയച്ചത്? ഡോക്ടറുടെയും ശിശുരോഗ വിദഗ്ധന്റെയും പ്രസ്താവനകൾ പോലും അവഗണിക്കപ്പെട്ടു എന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ വിമർശിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. ഒരു കുറ്റവാളിയെ ഈ രീതിയിൽ വിട്ടയച്ചാൽ അത് സമൂഹത്തിൽ മോശമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നു. അതിൽ ശ്രദ്ധ ചെലുത്തേണ്ടത് അത്യാവശ്യമാണ്. സുപ്രീം കോടതി ജസ്റ്റിസുമാരായ സൂര്യകാന്തൻ, കോടീശ്വർ സിംഗ് എന്നിവരും ഹൈക്കോടതിയുടെ തീരുമാനത്തോട് യോജിച്ചു. പ്രതിയോട് ഒരാഴ്ചയ്ക്കുള്ളിൽ കീഴടങ്ങാനും ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.